ഹലോ ഗൈസ്, സാന്ത്വനം ടൂവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ അത് ചുരുക്കത്തിൽ അറിയാൻ ചാനലും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അങ്ങനെ ആകാശും ധർമ്മനും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതായത് ഈ ആര്യൻ്റെ കല്യാണത്തിന് പിന്നിൽ എന്തോ ഒരു രഹസ്യം ഉണ്ടെന്ന്. അപ്പോൾ ധർമ്മനും പറഞ്ഞു, ഞാനിത് നിന്നോട് ഇന്നലെ പറയുന്നതല്ലേ, അന്നേ പറയുന്നില്ലേ എന്ന് പറയും. അപ്പോഴത്തേക്കാണ് മീനാക്ഷി ചായയും കൊണ്ടുവരും. അപ്പോൾ മീനാക്ഷിയോട് ഇങ്ങനെ ധർമ്മം പറയും, മീനാക്ഷി, നമുക്ക് ഈ ആര്യൻ്റെ കല്യാണത്തിന് പിന്നിൽ എന്തോ ഒരു രഹസ്യമുണ്ട്, അത് നമുക്കൊന്ന് കണ്ടുപിടിക്കേണ്ടതെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ മീനാക്ഷി പറയും, എന്തിനാ വെറുതെ, അവരുടെ കല്യാണം കഴിഞ്ഞു, ആദ്യരാത്രിയും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്തിനാ വെറുതെ അതൊക്കെ ഇപ്പോൾ അറിയാൻ നോക്കുന്നതെന്നൊക്കെ പറയും. അപ്പോഴത്തേക്കും ഗോമതി വരും. എന്നിട്ട് പിന്നെ ഗോമതിയോട് പറയും, അമ്മ ഇവർ ഇപ്പോഴും ആര്യൻ്റെ മിത്രയുടെയും കല്യാണത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ ആര്യനും ധർമ്മനും ഇങ്ങനെ പറയും, അവരെ സത്യാവസ്ഥ നമുക്ക് അറിയേണ്ടി, കല്യാണത്തിന് വേണ്ടി അറിയേണ്ടി എന്നിങ്ങനെ ചോദിക്കും. അപ്പോൾ ഗോമതിയും ഇങ്ങനെ പറയും, എന്തിനാ വെറുതെ, അതൊക്കെ കഴിഞ്ഞില്ലെന്നൊക്കെ പറയും. അപ്പോൾ നമ്മുടെ ധർമ്മൻ ഇങ്ങനെ പറയും, ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ രണ്ടാളും നന്നായിട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ടോ എന്നൊരു സംശയം ഇങ്ങനെ പറയും. അപ്പോൾ പിടിക്കപ്പെട്ടില്ലേ. അപ്പോൾ അവർ പറയും, എന്തൊഴിഞ്ഞു മാറ്റം, ആര്യനും ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഗോമതി ഇങ്ങനെ പറയും. അപ്പോൾ ആകാശ് പറയും, അമ്മ ചോദിക്കണം, അമ്മയോടാകുമ്പോൾ അവൻ ഇങ്ങനെ കള്ളത്തരമൊന്നും പറയില്ല, സത്യം പറഞ്ഞോളൂ ഇങ്ങനെ പറയും. അപ്പോൾ ഗോമതി പറയും, ചോദിക്കും, എന്തായാലും ചോദിക്കും, അമ്മ ചോദിക്കുമെന്ന് പറയും ഇങ്ങനെ മീനാക്ഷിയും. അപ്പോഴത്തേക്ക് ആര്യം വരും. ആര്യം വന്നിട്ട് ഇങ്ങനെ, ആര്യ നിന്നോടൊരു കാര്യം ചോദിക്കാണ്ടെന്ന് ഇങ്ങനെ ഗോമതി പറയും. അപ്പോഴത്തേക്ക് ധർമ്മനും എല്ലാവരും കൂടെ ചുറ്റിൽ നിന്നിട്ട് ചോദിക്കും, അങ്ങോട്ട് നല്ലോണം ചോദിക്കുന്നിങ്ങനെ പറയും. അപ്പോൾ നീയും ഇത്രയും കല്യാണം കഴിക്കേണ്ട സാഹചര്യം എന്താണെന്ന് വെച്ചാൽ വ്യക്തമായിട്ട് പറയാമെന്നിങ്ങനെ ഗോമതി പറയും. അപ്പോൾ ആര്യം പറയും, അത് പിന്നെ നമുക്കറിയില്ലേ ഇങ്ങനെ ചോദിക്കും. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ആകാശ് ചോദിക്കും, അമ്മക്കറിയാമെന്നോ ഇങ്ങനെ. അല്ല, ഞാനും മിത്രയും ഇവിടെ വന്നിറങ്ങുന്നതൊക്കെ അമ്മ കണ്ടതല്ലേ, എനിക്ക് അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ, പിന്നെ എന്താ ഇത്ര ചോദിക്കാനും പറയാനെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ മീനാക്ഷി ഇങ്ങനെ പറയും, അങ്ങനെയല്ല, നീ ഇങ്ങനെ ഉഴപ്പി പറഞ്ഞിട്ട് കാര്യമില്ല, വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണ് കല്യാണം നടന്നത് എന്നൊക്കെ ഇങ്ങനെ നീ പറയാമെന്നിങ്ങനെ പറയും. അപ്പോൾ മീനാക്ഷി ഇങ്ങനെ അടുത്തുകൂടെ വന്നിട്ട് ചെവിയിൽ ഇങ്ങനെ ആര്യനോട് പറയും, എന്തെങ്കിലും പറഞ്ഞ് ഒപ്പിക്കടാന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനെ ആര്യം പറയും, അത് പിന്നെ 2 ദിവസം കഴിയട്ടെ, അച്ഛൻ ഞങ്ങൾക്ക് മാപ്പ് തരട്ടെ, എന്നിട്ട് ഫുൾ കഥ ഇങ്ങനെ പറയുമെന്ന് പറയും. അപ്പോൾ ഗോമതി വരും, 2 ദിവസമേ എനിക്ക് തരുള്ളൂ കേട്ടോ ഇങ്ങനെ പറയും, അത് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞോളൂ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോഴത്തേക്കും മിത്ര അതുവഴി ഇങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ ധർമ്മം പറയും, മിത്രയോട് ചോദിക്കാമെന്ന് ഇങ്ങനെ പറയും. മിത്ര പറയട്ടെ നിൻ്റെ പ്രണയം എന്ന് പറയും. നീ പറയുന്നില്ലേ, പറയേണ്ട, മിത്ര പറയട്ടെ എന്ന് പറയും. അപ്പോൾ അങ്ങനെ, അപ്പോൾ ആരും പറയും, അങ്ങനെയാണല്ലോ, അപ്പോൾ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമില്ല ഇങ്ങനെ പറയും. എന്നിട്ട് ഇപ്പം തന്നെ നിങ്ങൾക്ക് സംശയം ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ ഞാൻ ഇവളോട് കുറച്ച് കഴിഞ്ഞിട്ട് എണീച്ചാൽ മതി എന്ന് പറഞ്ഞതാണ്, പക്ഷേ എനിക്ക് ചായ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് ഇവൾ എൻ്റെ കൂടെ തന്നെ നേരത്തെ തന്നെ എണീച്ചു എന്നിങ്ങനെ പറയും. എന്നിട്ട് ഇവൾ എന്താ പറഞ്ഞതെന്നറിയോ, രാവിലെ പറഞ്ഞാൽ എനിക്ക് എന്താ പറഞ്ഞതെന്നറിയോ, എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി ചായ മാത്രം കുടിച്ചാൽ മതി, ഏട്ടൻ കുടിച്ചാൽ മതി എന്നിങ്ങനെ പറഞ്ഞതാണ്. ഇവളുടെ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ചിരിച്ച് കൈയൊക്കെ പിടിച്ചിട്ടാണ് അവരുടെ മുന്നിൽ ഇങ്ങനെ അഭിനയിക്കും. ഇതൊക്കെ ഇങ്ങനെ അവരിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നിട്ട് മിത്രയും അതിനകത്ത് തന്നെ അഭിനയിക്കും കേട്ടോ. ഏട്ടനെ ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാമെന്നിങ്ങനെ പറയും. അപ്പോൾ ആര്യം പറയും, കടുപ്പം കുറച്ച് കൂട്ടിയിട്ട് മധുരം കുറച്ചിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് വേഗം ഇപ്പോൾ ചായ ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് മിത്ര അങ്ങോട്ടേക്ക് പോകും. എന്നിട്ട് മിത്ര അടുക്കളയിൽ നിന്ന് ചായ ഇടും. അപ്പോൾ അവളിങ്ങനെ മനസ്സിൽ വിചാരിക്കും, ഇതുവരെ ഒരു ചായ പോലും ഇടാത്ത എന്നോട് ചായ ഇടാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് മിത്ര ഇങ്ങനെ പാല് ഫ്രിഡ്ജിലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിങ്ങനെ കാണിക്കും ജസ്റ്റായിട്ട്. എന്നിട്ട് ആര്യൻ ഇപ്പത്തുനിന്ന് ഇങ്ങനെ പറയും, മാമന് ദിവ്യപ്രണയം എന്ന് കേട്ടിട്ടുണ്ടോ, അതുപോലൊരു പ്രണയമാണ് എൻ്റെയും മിത്രയുടെയും, നമ്മുടെ ഒരു ദിവ്യ പ്രണയമാണ്. അത് മാത്രമല്ല അവളെന്ത് സ്വീറ്റാണെന്നറിയോ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര, അവൾക്ക് നല്ലൊരു ഭയങ്കര ഒരു കെയറിങ്ങാണ് നമ്മളോട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിവരിക്കാൻ തുടങ്ങും. അപ്പോഴേക്കും നമ്മുടെ മിത്ര ഇങ്ങനെ ചായ കൊണ്ടുവരും. ഇന്നാ ഏട്ടാ ചായ എന്നിങ്ങനെ പറയും. അപ്പോൾ ചായ കുടിക്കും. എന്നിട്ട് എന്തോ ഒരു അടിപൊളി ചായ, വളരെ സൂപ്പറാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പം ആര്യനും മിത്രയും കൂടി ഇങ്ങനെ വളരെ ചെറുതായിട്ട് ഇങ്ങനെ പറയും, നിന്നെക്കുറിച്ച് എന്താ പറയുക, പച്ചക്കള്ളാണ് പറയേണ്ടി വരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ഇതുവരെ ഇത്രക്കും വൃത്തിയിട്ടൊരു ചായ ഞാൻ എൻ്റെ ജീവിതത്തിൽ കുടിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് ആര്യൻ ഇങ്ങനെ പറയും, ഇതുവരെ അഭിനയം മാത്രമാണെന്നൊക്കെ ഇങ്ങനെ വളരെ ചുരുക്കത്തിൽ അവർ രണ്ടിലും കേൾക്കാൻ വേണ്ടി മാത്രം പറയും. അപ്പം മിത്ര പറയും, അതന്നെ എനിക്ക് പറയാം, ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ ഇങ്ങനെ മിത്രയും ആര്യനും അങ്ങോട്ട് പറയും. അപ്പോൾ നിങ്ങളെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഇങ്ങനെ ധർമ്മം ചോദിക്കും. അപ്പോൾ നമ്മുടെ ആര്യം പറയും, അത് പിന്നെ ഏറ്റവും നല്ലൊരു ഭാര്യയും ഭർത്താവ്, ഈ ലോകത്തെ ഏറ്റവും നല്ല ഭാര്യയും ഭർത്താവ് ഞങ്ങളാണെന്ന് മിത്ര പറയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. എന്താ ഞാൻ പറഞ്ഞാൽ ശരിയല്ലേ, സത്യമല്ലെന്ന് മിത്ര അങ്ങോട്ടും ചോദിക്കും. എന്നിട്ട് അതവിടെ കഴിയും. അപ്പോൾ ധർമ്മം ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും, അല്ല ആഘോഷനോട് പറയും, ഇതിലെന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ഇത് കുറച്ച് ഓവറല്ല എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് അതവിടെ കഴിയും. എന്നിട്ട് പിന്നെ നമ്മുടെ ഗോമതി റൂമിലേക്ക് പോകും. അവിടെ മീനാക്ഷിയും പോകും. അപ്പോൾ ഗോമതി ഇങ്ങനെ പറയും, എനിക്കിതൊന്നും കണ്ടിട്ട് സഹിക്കുന്നില്ല, ഞാൻ കാരണമല്ലേ അവരിങ്ങനെയൊക്കെ അനുഭവിക്കുന്നത്, എല്ലാവരുടെ മുന്നിൽ അഭിനയിക്കേണ്ടി വരുന്നത്, ഇഷ്ടമല്ലാഞ്ഞിട്ട് കൂടെ ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നത്, കള്ളങ്ങൾ കളിക്കുന്നത്, പറയേണ്ടി വരുന്നത് ഇങ്ങനെ ഗോമതി, അതുകൊണ്ട് ഞാൻ എല്ലാ സത്യം എല്ലാവരോടും വെളിപ്പെടുത്താൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ മീനാക്ഷി പറയും, അതെയാ, എന്നാൽ അതാ നല്ലത്, നമുക്ക് മുറ്റത്തിറങ്ങി നിൽക്കാം, എന്നിട്ട്
എന്നിട്ട് കൃഷ്ണമംഗലം കാര്യം വിളിക്കാം, 2 വീട്ടുകാരോടും ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും അമ്മ പറഞ്ഞു. അപ്പോൾ പിന്നെ തീർന്നില്ലേ. അപ്പോൾ നമ്മുടെ ഗോമതി പെട്ടെന്ന്, നീ എന്താ, ഞാനൊരു ആവേശത്തിന് എനിക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞെന്ന് വെച്ചിട്ട് നീ അതിൻ്റെ മുകളിൽ കയറുവാണെന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് മീനാക്ഷി, പിന്നെ ഞാനെന്താ പറയണ്ടേ, ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അമ്മ ഒരാൾ തന്നെയാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. പക്ഷേങ്കിൽ ഈ സംഭവം നടന്നപ്പോൾ തൊട്ട് ഞാൻ അമ്മയുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. ഈ ഒരു കാര്യം 5ാമതൊരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പുകിലുകളാണ് നടക്കാൻ പോകുന്നത് നമുക്കറിയോ, ഇങ്ങനെ പറയും. എന്നിട്ട് അമ്മ ആദ്യം അമ്മയുടെ തീരുമാനത്തിൽ ഉറച്ച് വിശ്വസിക്കുക. അത് ശരിയാണ്, ഞാൻ എടുത്ത തീരുമാനം ശരിയാണെന്ന് ഉറച്ച് വിശ്വസിക്കുക. ഞാൻ ഇതുവരെ ചാഞ്ചാടിയിട്ടില്ല. ഞാൻ അന്നും ഇന്നും അമ്മയ്ക്ക് ഒരേ സപ്പോർട്ടാണ്, അമ്മേൻ്റെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേങ്കിൽ അമ്മയാണ് ഇങ്ങനെ ചാഞ്ചാടിക്കൊണ്ട് നിൽക്കുന്നതെന്ന് പറയും. എന്നുവെച്ചാൽ എപ്പോഴും രാവിലെയും രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുന്നേ ശ്വാസം ഇങ്ങനെ മുകളിലേക്ക് വലിച്ചിട്ട് ഞാൻ ചെയ്തത് ശരിയാണ്, ഞാനെടുത്ത തീരുമാനം ശരിയാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഗോമതി പറയും, അപ്പോൾ എല്ലാം ശരിയാകുമല്ലേ എന്നിങ്ങനെ പറയും. അപ്പം മീനാക്ഷി പറയും, അമ്മ മണ്ടിയാണോ അല്ലെ മണ്ടിയായിട്ട് അഭിനയിക്കുന്നതാണെന്നൊക്കെ ഇങ്ങനെ പറയും. അതവിടെ കഴിയും. എന്നിട്ട് ഗോമതി പറയും, അല്ല അവർ തമ്മിൽ ഇപ്പോഴും ശത്രുക്കളാണല്ലോ, സ്നേഹിച്ചു തുടങ്ങിയിട്ടല്ലോ എന്ന് പറയും. അപ്പോൾ മീനാക്ഷി അതൊക്കെ സംഭവിച്ചോളൂ, ഇതൊന്നും സ്വിച്ച് ഇട്ട പോലെ നടക്കുന്ന കാര്യമല്ല, അതിനൊക്കെ ഒരു സമയം വേണം. അമ്മ ഇനി അവർ സ്നേഹിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പുറകെ നടക്കാനൊന്നും നോക്കണ്ട, അതൊക്കെ ആ സമയത്ത് നടന്നോളും ഇങ്ങനെ മീനാക്ഷി പറഞ്ഞ് സമാധാനിപ്പിക്കും. അപ്പോൾ ഗോമതി ഇങ്ങനെ പറയും, എന്നാലും ബാലേട്ടൻ വന്നില്ലല്ലോ എന്നിങ്ങനെ പറയും. എനിക്ക് ബാലേട്ടനെ കാണണം, ഞാൻ ആകാശിനെയും കൂട്ടിയിട്ട് ബാലേട്ടൻ്റെ അടുത്തേക്ക് പോവുകയാണെന്നിങ്ങനെ മീനാക്ഷിയോട് പറയും. മീനാക്ഷി പറയും, അത് വേണോ അമ്മേ എന്ന് പറയും. അപ്പോൾ അമ്മ പറയും, ഗോമതി പറയും, എനിക്ക് പോകണം, എന്തായാലും കണ്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആകാശിനെ വിളിച്ചിട്ട് ഗോമതി അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ഗോമതി അവിടെ എത്തുമ്പോൾ കാണുന്നത് നമ്മുടെ ആനന്ദ് നിലത്ത് ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടാവും. ബാലനാണെങ്കിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഉറങ്ങുന്നുണ്ടാവും. അപ്പോൾ അത് കണ്ടിട്ട് ഗോമതിക്ക് സഹിക്കില്ല, സങ്കടം വരും. ഗോമതി വീണ്ടും കരയാൻ തുടങ്ങും. അപ്പോൾ ആകാശ് ഇങ്ങനെ പറയും, അമ്മ ഇവിടെ വെച്ച് കരയല്ലേ, ആൾക്കാർ ശ്രദ്ധിക്കും എന്ന് പറയും. അപ്പോൾ ഗോമതി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയും, ഇതിനൊക്കെ കാരണം ഞാനാണല്ലോ എന്നിങ്ങനെ പറയും. അപ്പോൾ ആകാശ് പറയും, അമ്മയാണെന്നോ, അതിങ്ങനെ അമ്മയാവുന്നേ പറയും. അപ്പോൾ ഗോമതി പെട്ടെന്ന് പറയും, അത് പിന്നെ ഞാൻ ആര്യൻ വന്നപ്പോൾ ആര്യനെ എതിർത്ത് പറഞ്ഞില്ലല്ലോ ഇങ്ങനെ പറയും. അപ്പോൾ ആകാശം പറയും, എനിക്കും അത് തോന്നിയിരുന്നു എന്നിങ്ങനെ ആകാശം പറയും. അതെന്താ കാരണം എന്നിങ്ങനെ ആകാശ് ചോദിക്കുമ്പോഴത്തേക്കാണ് രാമേട്ടൻ അവിടെ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ചോദിക്കും, എന്താ ഗോമതി എന്താ ഇവിടെ രാവിലെ തന്നെ എന്താ കടയിലേക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പോൾ എന്നിട്ട് ആകാശ് കാര്യം പറയും, അച്ഛൻ ഇന്നലെ വീട്ടിൽ വിട്ട് ഇറങ്ങിപ്പോയി, ഇവിടെ ഉണ്ട് അച്ഛൻ എന്നൊക്കെ പറയും. ഇവിടെയാണോ ഉറങ്ങിയെന്നൊക്കെ ചോദിക്കും. എന്നിട്ട് വേഗം അകത്തേക്ക് പോകാൻ വേണ്ടി നോക്കും. അപ്പോൾ ഗോമതി പറയും, രാമേട്ടനൊന്ന് ബാലേട്ടനെ വിളിക്കുമെന്ന് പറയും. അപ്പോൾ രാമേട്ടൻ തിരിച്ച് പറയും, ഗോമതി വിളിക്കുമെന്ന് പറയും. അപ്പോൾ ഞാൻ വിളിച്ചാൽ ദേഷ്യപ്പെടുന്നു ഇങ്ങനെ ഗോമതി പറയും. എന്നിട്ട് നീ വിളിച്ചാലേ ദേഷ്യപ്പെടാതിരിക്കുമെന്ന് രാമേട്ടൻ പറയും. അങ്ങനെ ഗോമതി പോയിട്ട് ബാലേട്ടനെ വിളിക്കും, ബാലനെ വിളിക്കും. എന്നിട്ട് ആദ്യം ദേഷ്യമായിരിക്കും ബാലൻ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്, ഞാനിനി എങ്ങോട്ടേക്ക് പോയില്ല, ഇതാണ് എൻ്റെ വീടെന്നൊക്കെ പറയും. ആദ്യം ഗോമതി ഇങ്ങനെ വീട്ടിലേക്ക് വിളിക്കും. അപ്പോൾ പറയും, ഞാനിനി എങ്ങോട്ടേക്ക് പോയില്ല എന്ന് പറയും. അപ്പോൾ രാമൻ പറയും, നീ എന്താ ഈ ബാല പറയുന്നത്, ഇത് കടയാണ്, വീടല്ല, വീട്ടിലുള്ള എല്ലാവരും ഒന്നും ഇങ്ങനെ കടയിൽ നിൽക്കാൻ പാടില്ല, കടയിൽ ഉറങ്ങാനും പാടില്ല, അത് മോശമാണെന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ബാലൻ പറയും, എന്നെ വേണ്ടാത്രത്ത് ഞാൻ എന്തിനാണ് പോകുന്നത് എന്ന് പറയും. എൻ്റെ ആകാശം ആര്യനും ഇങ്ങനെയാണ് കാണിച്ചത്, അപ്പോൾ എൻ്റെ സ്ഥാനം അവിടെ ആവശ്യമില്ലല്ലോ, ഞാൻ പിന്നെ എന്തിനാണ് അവിടെ നിന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ ഗോമതിയോട് ഇങ്ങനെ ദേഷ്യപ്പെടും. ഗോമതി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ രാമേട്ടനെ ചോദിക്കും, നീ നാഴികക്ക് 40 വട്ടം പറയുമല്ലോ എൻ്റെ ഗോമതി ഇങ്ങനെ കരയിപ്പിക്കാനാണ് നീ ഗോമതിയെ കെട്ടിയത്, കല്യാണം കഴിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയും. അഥവാ നിനക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ആ തെറ്റ് ചെയ്തവരോട് ദേഷ്യം കാണിക്കുക, ആര്യനോട് കാണിക്കുക, ആകാശിനോട് കാണിക്കുക, അല്ലാതെ അങ്ങാടി തോട്ടത്തിന് അമ്മയോട് എന്ന് പറയുന്ന പോലെ ചെയ്യാനല്ല വേണ്ടത് ഇങ്ങനെ പറയും. അപ്പോൾ ഗോമതി ഇങ്ങനെ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് തരണം, എനിക്ക് ബാലേട്ടനില്ലാതെ ജീവിക്കാൻ കഴിയില്ല, ബാലേട്ടൻ മതി, ബാലേട്ടൻ എവിടെയാണോ ഉറങ്ങുന്നത് അവിടെയാണ് ഞാൻ നിൽക്കേണ്ടത്, ബാലേട്ടൻ ഇവിടെ ചാക്ക് വിരിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ഞാനും ഇവിടെ തന്നെ കിടക്കും, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാല് പിടിച്ചിട്ട് ഇങ്ങനെ ഗോമതി ഇതൊക്കെ പറയും. അപ്പോൾ ബാലന് ഇച്ചിരി അലിവ് വരും. എന്നിട്ട് ഗോമതി നീ എന്തിനാ മാപ്പ് പറയുന്നതെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഗോമതിയോട് ഇങ്ങനെ ചോദിക്കും. അപ്പോൾ ഗോമതി പറയും, എനിക്ക് എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ പറഞ്ഞതാണെന്ന് പറയും. അപ്പോൾ ബാലൻ ചോദിക്കും, നിൻ്റെ സമാധാനത്തിന് വേണ്ടി നീ എന്നോട് മാപ്പ് പറഞ്ഞു, അപ്പോൾ എൻ്റെ സമാധാനത്തിന് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കും. എന്നിട്ട് നാട്ടുകാരൊക്കെ ബാലൻ മക്കളെ വളർത്തുന്നത് കണ്ട് പഠിക്കുക, അങ്ങനെ വളർത്തുന്ന മക്കളെ എന്ന് പറഞ്ഞാണ് ഇതുവരെ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി നാട്ടുകാർ പറയും, ബാലൻ വളർത്തുന്ന പോലെ മക്കളെ വളർത്തല്ലേ എന്നിങ്ങനെ പറഞ്ഞു. എന്നോട് കൃഷ്ണമംഗലത്തുകാർ ചോദിച്ചൊരു ചോദ്യത്തിന് എനിക്ക് നെഞ്ചു വിരിച്ച് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാലിങ്ങനെ വിഷമിക്കും, ഗോമതിയും വിഷമിക്കും. എന്നിട്ട് ആകാശം എല്ലാവരും കൂടെ പറയും, വാ എനിക്ക് വീട്ടിൽ പോകാം, നമുക്ക് വീട്ടിൽ പോകാമെന്ന് ഇങ്ങനെ പറയും. ഗോമതിയും വിളിക്കും. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അവിടെയാണ് കഴിയുന്നത്. താങ്ക് യു സോ മച്ച്.